നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1. അങ്ങനെ ഈ കലണ്ടർ മാസത്തിലെ ആദ്യ ട്രേഡിംഗ് സെഷന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനും യുഎസും തമ്മിൽ പരസ്പര ആക്രമണം ഇന്ന് നടത്തുകയും ചെയ്തു. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ കൂടിയിട്ടും ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും തൽഫലമായി ഇന്ന് ആദ്യ 5 മിനിറ്റിൽ ക്യാൻഡിൽ തന്നെ 23,733 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും പിന്നീട് ഉച്ചയോടുകൂടി യുഎസ് ഇറാൻ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം മാർക്കറ്റിൽ കാര്യമായ ഇടിവും പ്രകടമായിരുന്നു. മെയ് മാസം 20-ാം തീയതിക്ക് ശേഷം നിഫ്റ്റിക്ക് അതിന്റെ കീ സപ്പോർട്ട് ലെവലായ 23,400 എന്ന ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും 23,357 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 165 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 508 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 596 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 924 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2091 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബാങ്കിംഗ്, ക്യാപിറ്റൽ ഗുഡ്സ്, FMCG, ഓട്ടോ തുടങ്ങിയ മേഖലകളിൽ സെല്ലിംഗ് പ്രഷർ ഇന്ന് വളരെ ശക്തമായിരുന്നതാനും എന്നാൽ നിഫ്റ്റി ഐടിക്ക് ഇന്ന് 2.5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.88%, മിഡ് ക്യാപ്പിന് 1.5% ഇടിവ് നേരിടുകയും ചെയ്തു. ടെക് മഹേന്ദ്ര, ഇൻഫോസിസ്, കോൾ ഇന്ത്യ, TCS, JSW സിമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ HUL, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ശ്രീറാം ഫൈനാൻസ്, മാക്സ് ഹെൽത്ത് കെയർ, ITC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. എന്നാൽ US ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് 10 പൈസയുടെ നേട്ടത്തോടുകൂടി 94.90 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ചെറുകിട നിക്ഷേപകർക്ക് സിൽവറിൽ വിപണി തുറക്കാനായിട്ട് സിൽവർ 100 എന്ന ഫ്യൂച്ചറുകൾ MCX ഇന്ന് ലോഞ്ച് ചെയ്തു. ടാറ്റ സൺസിനെ ലിസ്റ്റ് ചെയ്യുന്നതിനെതിരെ നോയൽ ടാറ്റ RBIക്ക് കത്തെഴുതിയതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം US ഇറാൻ തമ്മിൽ നടക്കാനിരിക്കുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പീസ് ഡീലിന് മുകളിലുള്ള പ്രതീക്ഷയെ തുടർന്നായിരുന്നു തുടർച്ചയായി US മാർക്കറ്റുകൾക്ക് നേട്ടം തുടരുവാനായത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിനും ഒരു പരിധിവരെ നേട്ടം കൈവരിക്കുവാനുമായിരുന്നു. എന്നാൽ ഈ വീക്കെൻഡിലെങ്കിലും ഒരു ഡീലിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഗ്ലോബൽ മാർക്കറ്റിന്റെ പ്രതീക്ഷയെ USഉം ഇറാനും തീർത്തും മങ്ങലേൽപ്പിക്കുകയും ചെയ്തു. കാരണം ഇതിനു മുൻപ് വന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 60 ദിവസത്തേക്കായിട്ടുള്ള സീസ് ഫയറിന്റെ ഡീലായിരുന്നു നടക്കാനായിട്ട് കോപ്പ് കൂട്ടിയിരുന്നതും. എന്നാൽ US പ്രസിഡന്റ് തന്റെ അടുത്ത വൃന്ദത്തോട് നൽകിയ സൂചനകൾ പ്രകാരം ഇറാൻ US സമാധാന ഡീലിനായിട്ട് താൻ ഒരിക്കലും തിരക്കുകൂട്ടില്ലെന്നും ഇതിനു പുറമെ ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അതായത് ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ആയുധം സ്വന്തമാക്കാൻ താൻ അനുവദിക്കുകയില്ലെന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഇറാനും USഉം തമ്മിൽ നടക്കേണ്ടിയിരുന്ന 60 ദിവസത്തെ സീസ് ഫയറിന് മുകളിൽ വീണ്ടും ആശങ്ക വർദ്ധിച്ചു. കൂടാതെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടുകൂടി ടെലഗ്രാം ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല നിങ്ങൾ പലവിധ മാധ്യമങ്ങൾ വഴി അറിഞ്ഞിട്ടുമുണ്ടാകും. അതായത് US ഇറാനെ ആക്രമിക്കുകയുണ്ടായി ഇന്ന്. ഇതിനെ തുടർന്ന് IRGC USന്റെ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന്റെ എല്ലാം അനുരണനമായിട്ട് ഇറാൻ ഇന്ന് കുവൈറ്റിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഈ ഒരു വാർത്ത ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നതിന് ശേഷം മാർക്കറ്റിന് ഒരിക്കലും പിന്നീട് നേട്ടത്തിലേക്ക് തിരിയുവാനുമായില്ല. തുടർച്ചയായിട്ട് ഇടിവ് തന്നെയായിരുന്നു അനുഭവപ്പെട്ടിരുന്നതും. വെള്ളിയാഴ്ച നമ്മൾ കണ്ടു MSCI ഇൻഡെക്സിന്റെ റീബാലൻസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ അടുത്ത കാലയളവിലെ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച 3 മണിക്ക് ശേഷം നടത്തിയതും ഏകദേശം 21,106 കോടി രൂപയ്ക്ക്. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച അരമണിക്കൂർ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും BSE ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളിൽ 6 ലക്ഷം കോടി രൂപ
രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് വൈപ്പ് ഔട്ട് ആയി പോവുകയും ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 16,000 കോടി രൂപയ്ക്ക് മുകളിൽ ബൈ നടത്തിയെങ്കിലും വെള്ളിയാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ ശക്തമായ സെല്ലിംഗിന്റെ ക്ഷീണം ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ തുടർന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ ടെക്നിക്കലി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമായിരുന്നെങ്കിൽ 23,800 എന്ന ലെവൽ ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ പോലും ഈ ലെവൽ നിഫ്റ്റിക്ക് മറികടക്കുവാനായില്ല. ശക്തമായ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭ്യമായെങ്കിൽ കൂടിയിട്ടും പിന്നീട് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് വീണ്ടും മാർക്കറ്റ് ശക്തമായ ദുർബലതയിലേക്കും നീങ്ങുകയും ചെയ്തു. ഇതുകൂടാതെ ഇന്ന് എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3.5% ഉയർച്ച അനുഭവപ്പെടുന്നുമുണ്ട്. എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയി ആദ്യ 1 മണിക്കൂറിൽ കൂൾ ഓഫ് ആയിക്കൊണ്ടിരുന്ന ഇന്ത്യ വിക്സ് ഒരു ഘട്ടത്തിൽ 4%-ലേറെ ഹീറ്റപ്പ് ആവുകയും ചെയ്തു. മാത്രമല്ല 2.16% ഉയർച്ചയോടുകൂടി 16.54 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നതും മാർക്കറ്റിന് ക്ഷീണമേൽപ്പിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെട്ട ശക്തമായ വീക്ക്നെസ് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നില്ല താനും. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 183 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒട്ടുമിക്ക മാർക്കറ്റുകൾക്കും അവധിയാണ്. എസ്പെഷ്യലി സിംഗപ്പൂർ, തായ്വാൻ, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക്. അതേസമയം ഇന്ന് വ്യാപാരം തുടർന്നിരുന്ന ജപ്പാൻ, കൊറിയൻ, ഹോങ്കോങ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ആകെ ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ബ്രെന്റ് ക്രൂഡിന്റെ വില $93.97 ക്രൂഡ് ഓയിലിന്റെ വില കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 90 എന്ന സൈക്കോളജിക്കൽ ലെവലും മറികടന്നുകൊണ്ട് $90.58 per ബാരൽ നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 1% ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,498.46 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സൂസ്ലോൺ എനർജി തെറ്റിദ്ധരിപ്പിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നൽകിയതിനെ തുടർന്ന് സെബി കമ്പനിക്ക് 29 കോടി രൂപയുടെ പിഴയിട്ടു. ACME സോളാർ ഹോൾഡിംഗ്സ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 2,500 കോടി രൂപ ധനസമാഹരണത്തിന് കമ്പനി പദ്ധതിയിടുന്നുണ്ട്. VST ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ഇന്ന് മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ പല കമ്പനികളും പുറത്തുവിട്ടു. കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ 23.8% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തി. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് രാജസ്ഥാനിലെ ഗഡേപാൻ പ്ലാന്റിൽ വീക്ക് നൈട്രിക് ആസിഡ് ഉൽപാദനം കമ്പനി ആരംഭിച്ചു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 7,000 കോടി രൂപ വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രേറ്റർ നോയിഡയിൽ 23 ഏക്കർ സ്ഥലം കമ്പനി ഏറ്റെടുത്തു. സി എന്റർടൈൻമെന്റ് 2026 ഫിഫ വേൾഡ് കപ്പ് ഇന്ത്യയിലെ സംരക്ഷണ അവകാശം കമ്പനി സ്വന്തമാക്കി. MR മണിവേണി ഫുഡ്സ് ഇന്ന് സ്റ്റോക്ക് BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. IPO പ്രൈസിൽ നിന്നും 18% പ്രീമിയത്തിന് നഷ്ടത്തോടുകൂടി. M&M മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ ഓട്ടോ സെഗ്മെന്റിലെ സെയിൽസിൽ 20%, ട്രാക്ടേഴ്സിന്റെ സെയിൽസിൽ 23% വർധനവ് രേഖപ്പെടുത്തി. അതുൽ ഓട്ടോ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ 29.3% വർധനവ് രേഖപ്പെടുത്തി. TVS മോട്ടോർ ടോട്ടൽ സെയിൽസിൽ 31% വർധനവ് രേഖപ്പെടുത്തി. മാരുതി സുസുക്കി ഇന്ത്യ ടോട്ടൽ സെയിൽസിൽ 35%, ഡൊമസ്റ്റിക് സെയിൽസിൽ 35%, കൂടാതെ എക്സ്പോർട്സിൽ 34% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.